തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വെഞ്ഞാറമൂടും സമീപ പ്രദേശങ്ങളുമായി 5 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ഈ 5 കൊലപാതകങ്ങളും ചെയ്തത് ഒരാൾ തന്നെയാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള, കൗമാരം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത യുവത്വത്തിലേക്ക് കടന്ന ഒരു ചെറുപ്പക്കാരൻ. കൊല്ലപ്പെട്ടതാവട്ടെ, ഒന്ന് അയാളുടെ അച്ഛന്റെ ഉമ്മ, വളരെ പ്രായമേറിയ 95 വയസ്സോളം പ്രായമുള്ള മുത്തശ്ശി. അത് കല്ലറ പാങ്ങോടാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ സംഭവം അയാളുടെ വാപ്പയുടെ അനുജന്റെ ഭാര്യയും. അത് നടന്നത് 5-6 കിലോമീറ്റർ വ്യത്യാസത്തിൽ തുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. മറ്റൊരു കൊലപാതകം എന്ന് പറയുന്നത് കൊലപാതകം നടത്തിയ ആളുടെ പെൺസുഹൃത്ത്. അത് കൊലപാതകം നടത്തിയ ആളിന്റെ വീട്ടിൽ തന്നെയാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. പെരുമല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ തന്നെയാണ് കൊലയാളിയുടെ ഉമ്മയെയും അതീവ ഗുരുതര അവസ്ഥയിൽ ചുറ്റിയ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച നിലയിൽ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരാള് കൊല നടത്തിയ ആളിന്റെ ഇളയ സഹോദരൻ. അവർ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കൊലയാളിയുടെ പ്രായത്തിൽ നിന്നും 10 വയസ്സ് താഴെയുള്ള അനുജൻ ആണ് കൊല്ലപ്പെട്ട 5ാമത്തെ ആൾ. എന്തിനാണ് ഇയാൾ ഈ അരുങ്കൊല ചെയ്തത്? തിരുവനന്തപുരം ജില്ലയെ മാത്രമല്ല, കേരളത്തെ ആകെ നിരവധി ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ട്, സംശയങ്ങൾ നിരത്തിക്കൊണ്ട് ഈ അരുങ്കൊല ചെയ്തതിനാണ്. കൊലയാളി ലഹരി മരുന്നിന് അടിമയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ട് അയാൾ ഒറ്റയ്ക്കാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനായ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി. അങ്ങനെ പോലീസ് വന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന അയാളുടെ ഉമ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതിന്റെ പിന്നിൽ വെറും ലഹരി മരുന്ന് ആയിരുന്നോ എന്ന കാര്യത്തിലും പൂർണ്ണമായി നിശ്ചയമില്ല. എന്തായിരുന്നു ഇത്രയധികം അരുങ്കൊല ചെയ്യുന്നതിനുണ്ടായ കാരണം? അയാൾ ഏതെങ്കിലും മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെട്ടിരുന്നോ? അതോ ലഹരി മരുന്ന് ഉപയോഗിച്ചുണ്ടായ മാനസിക നില തെറ്റിയാണോ, അല്ലെങ്കിൽ മനോനിലയുടെ നിയന്ത്രണം വിട്ടാണോ അയാൾ ഇത് ചെയ്തത് എന്നും നിശ്ചയിക്കാനാവില്ല. കാരണം അയാൾ തന്നെയാണ് പോലീസ് ചെന്ന് വിവരം പറയുന്നത്. ഊഹാപോഹങ്ങൾ പലതും പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലഹരി മരുന്ന് തന്നെയായിരിക്കും. സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന അയാൾ ആ ലഹരി മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ മുത്തശ്ശിയോട് പണം ആവശ്യപ്പെടുകയും പണമില്ല എന്ന് പറയുമ്പോൾ
പണയം വയ്ക്കാൻ സ്വർണം ആവശ്യപ്പെടുകയും ചെയ്തു. ആ സ്വർണം അവർ കൊടുത്തില്ല. ഒരിക്കൽ സ്വർണം കൊടുത്തു എന്ന് പറയുന്നു, പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം കൊടുത്തില്ല. ആ ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമാണ് അദ്ദേഹം ആ കൊലയാളി ആ പ്രായമായ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത്. ഇത് വഴിക്ക് വെച്ച് കണ്ട ബാപ്പയുടെ അനുജൻ സഹോദരൻ അയാളിത് അറിഞ്ഞിരിക്കുമോ എന്ന ഭയം മൂലമായിരിക്കാം അയാളെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തിയത്. വീട്ടിലുണ്ടായിരുന്ന കാമുകിയെ ആദ്യം നിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അപ്പോഴേക്കും തന്റെ അനുജൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. അയാളെയും കൊലപ്പെടുത്തി. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവർ എങ്ങനെയോ ജീവൻ നിലനിർത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്രയധികം പ്രകോപനമുണ്ടാവാനുണ്ടായ സാഹചര്യം എന്താണ്? ലഹരി മരുന്ന് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ആ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയായിരുന്നോ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്? മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷം മുത്തശ്ശിയുടെ കഴുത്തിൽ കിടന്ന മാല അത് പിടിച്ചു പൊട്ടിച്ച് അല്ലെങ്കിൽ അഴിച്ചെടുത്ത് ഒരു സ്വർണം പണയമെടുക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ട് പണയം വെച്ച് അവിടെ നിന്ന് പണം വാങ്ങി. എന്തായാലും മനുഷ്യത്വരഹിതമായ മനുഷ്യത്വത്തിന്റെ ഒരു കണിയ പോലും അവശേഷിച്ചിട്ടുള്ള ഒരാളിന് ചെയ്യാൻ കഴിയാത്ത ഈ ദുഷ്പ്രവൃത്തി അയാൾ എന്തിനാണ് ചെയ്തത്? പല കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ തന്നെയും അതായിരിക്കില്ല യഥാർത്ഥ കാരണമെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വാപ്പ എത്രയോ വർഷമായി ഗൾഫ് രാഷ്ട്രത്തിലാണ്, അവിടെ ബിസിനസ് നടത്തുകയാണ്. അയാൾ യാതൊരുവിധ കുറ്റബോധമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് വിവരം ധരിപ്പിച്ച് കീഴടങ്ങി. അവിടെ ആറുപേരെ വകവരുത്തി 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് പോലീസിൽ പറഞ്ഞത്. അവിടെ അയാളുടെ ഉമ്മ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ട, അതായത് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരാൾ അയാൾ ലഹരി മരുന്നിന് അടിമയാകുമ്പോൾ സ്വന്തം മനസ്സ് എവിടെയോ നഷ്ടപ്പെടുകയും മനസ്സാക്ഷി മരവിക്കുകയും ലഹരി മരുന്ന് കൈവശപ്പെടുത്താൻ അല്ലെങ്കിൽ അത് വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചും ലഹരി മരുന്ന് വാങ്ങണമെന്നുള്ള നിശ്ചയത്തോടെ എന്ത് ക്രൂര പ്രവൃത്തിയും ചെയ്യുന്നതിന് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന് യാതൊരു മടിയുമില്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള ചെറുതും വലുതുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം പ്രതികൾ എന്ന് പറയുന്നത് യുവത്വം വിട്ടുമാറിയിട്ടില്ലാത്തവരാണ്. അവിടെയെല്ലാം ലഹരി മരുന്നിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. ഇവിടെയും കിട്ടിയ സൂചനകൾ, റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെയും ലഹരി മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടിയിരിക്കുന്നു.
എന്തായാലും ഇത്തരം ക്രൂര പ്രവർത്തികൾ, ഇതുപോലുള്ള ക്രൂര പ്രവർത്തികൾ ചെയ്യുന്നതിന് പുതിയ തലമുറയിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ, യാതൊരുവിധ മനുഷ്യത്വമില്ലാതെ ഇത്തരം ക്രൂര പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സമൂഹം വിമർശനപരമായി വിലയിരുത്തണമെന്നാണ് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്.